നമുക്കറിയാവുന്ന പോലെ മോസ്കോ എന്നുള്ളത് ക്യാപിറ്റലാണ് റഷ്യയുടെ. അവിടെ നിന്ന് ഏകദേശം 6 മണിക്കൂർ ഫ്ലൈറ്റിന് യാത്ര ചെയ്യണം. 5 മണിക്കൂർ ടൈം ഡിഫറൻസ് ഉണ്ട് സൈബീരിയയിലേക്ക്. ഞാൻ ഡയറ്റീഷ്യൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ റഷ്യയിൽ അല്ലെങ്കിൽ സൈബീരിയയിൽ ചെന്നപ്പോൾ പല കാര്യങ്ങൾ നമ്മുടെ നാട്ടുമായിട്ട് കമ്പയർ ചെയ്തു. നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പുറത്തിറങ്ങിയാൽ തീരെ നിസ്സാരം സൂര്യപ്രകാശമെങ്കിലും കിട്ടും. ഞങ്ങൾക്കവിടെ 7-8 മാസത്തേക്ക് സൂര്യൻ്റെ ചൂട് ഒരിക്കലും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെയധികം സഹനങ്ങൾ സഹിച്ചാണ് അവർ ദേവാലയത്തിൽ വരുന്നത്. ഒരുപക്ഷെ നമ്മൾ ഒത്തിരി അധികം ആൾക്കാരെ ദേവാലയത്തിൽ കാണുന്നില്ല. എങ്കിൽ തന്നെ വരുന്നവരെല്ലാവരും വളരെയധികം വിശ്വാസമുള്ളവരാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് ആരും തന്നെ പള്ളിയിൽ വരുന്നില്ല. ഈശോയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് പള്ളിയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എണ്ണം വളരെ കുറവാണ്. എന്നെ ഒത്തിരി ആകർഷിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസമാണ്. ഈ -40 ഞാനവിടെ സൈബീരിയയിൽ ചെന്നപ്പോൾ ഏകദേശം 2-3 ആഴ്ചയോളം -40 ഡിഗ്രി ആയിരുന്നു. ആ തണുപ്പായിരുന്നു. ആ സമയത്തൊക്കെ പുറത്ത് യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും നമുക്ക് അച്ഛന്മാർക്ക് കാറുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതൊന്നുമില്ല. തീരെ പാവപ്പെട്ട ആൾക്കാരില്ല. തീർച്ചയായിട്ടും റഷ്യ വളരെ സമ്പന്ന രാജ്യമാണ്. പക്ഷേ ജനങ്ങൾ തീർച്ചയായിട്ടും വളരെ പാവപ്പെട്ടവരാണ്, ഒത്തിരിയധികം ആൾക്കാർ. അവരിത് വിശുദ്ധ കുർബാനയ്ക്ക് ഒരു നടന്നൊക്കെയാണ് ഈ തണുപ്പത്തിലൂടെ, ഈ -40 ഡിഗ്രി തണുപ്പിലൂടെ നിങ്ങൾ? തീർച്ചയായിട്ടും നടന്നു വരുന്നവരുണ്ട്, ബസ്സിന് വരുന്നവരുണ്ട്. ഓഹോ. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞാൽ ഇത് ആ മേഖല ലോകത്തിലെ ഏറ്റവും വലിയൊരു രൂപതയാണ്. അതിനെ കുറിച്ചൊന്ന് പറയാം, അതെങ്ങനെയാണ്? ഈ രൂപത വിസ്തൃതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രൂപതയാണ്. ഇർകുത്സ്ക് എന്നാണ് ഈ രൂപതയുടെ പേര്. ഇന്ത്യയുടെ 3 ഇരട്ടിയോളം വലുപ്പമുള്ള ഒരു രൂപതയാണ്. അപ്പോൾ പക്ഷേ കത്തോലിക്കർ വളരെ കുറവാണ്. ഏകദേശം 50,000 താഴെ മാത്രം കത്തോലിക്കരുള്ള ഒരു രൂപതയാണ്. അവിടുത്തെ ഭാഷ എങ്ങനെ? അവർ സംസാരിക്കുന്ന ഭാഷ റഷ്യൻ. നമ്മൾ കുർബാനയൊക്കെ അവിടെ അർപ്പിക്കുന്ന റഷ്യൻ ഭാഷയിലാണ്. നമുക്ക് ഇംഗ്ലീഷ് കൊണ്ട് തന്നെ ഒരു ഉപകാരമില്ല. തീർച്ചയായിട്ടും റഷ്യൻ മാത്രം നമ്മൾ സംസാരിക്കണം. അവിടെ ചെന്നെത്തിയപ്പോഴുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് തന്നെയായിരുന്നു. ഇംഗ്ലീഷ് നമുക്ക് ഒരു ഗുണമില്ല. തീർച്ചയായിട്ടും റഷ്യൻ പഠിക്കാതെ വേറൊരു നിവൃത്തിയില്ല. പിന്നെ ലോകത്തിൽ 10 ബുദ്ധിമുട്ടുള്ള ഭാഷകളിൽ ഒന്നാണ് റഷ്യൻ ഭാഷ. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ലത് പഠിക്കാൻ. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള ഈ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഒരാൾ ഇത്രയും -40 ഡിഗ്രി ഉള്ള ഒരു രാജ്യത്ത്, ആ പ്രദേശത്ത് പോയി ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് ഈ ശാരീരികമായ ബുദ്ധിമുട്ടോടൊപ്പം തന്നെ ഈ മാനസികമായ മേഖലകളൊക്കെ, അതിനെയൊക്കെ നമ്മളൊന്ന് പ്രതിരോധിക്കേണ്ട ചില മേഖലകൾ കടന്നു പോയിട്ടില്ല അച്ഛാ? പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ തന്നെ ബാച്ച്മേറ്റ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റ് അച്ഛന്മാർ അവരൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനെയുള്ള ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ബാച്ച്മേറ്റ്സ് ഒത്തിരി എന്നെ സഹായിച്ചു. ഞങ്ങൾ പരസ്പരം ഫോൺ വിളിക്കുകയും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒത്തിരി ആശ്വാസം തോന്നി. അത് പ്രത്യേകിച്ച് ജോലി അച്ഛനോടാണെങ്കിലും റൂബിൻ അച്ഛനോടാണെങ്കിലും ജോർജ് അച്ഛനോടാണെങ്കിലും എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട്. കാരണം ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പങ്കുവെച്ചപ്പോൾ അവരും ഇതൊക്കെ തന്നെയാണ് പങ്കുവെച്ചത്. എല്ലാവരും ഇതിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരുമിച്ചിട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതിനിടയിൽ ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹം, പ്രത്യേകിച്ച് നമ്മുടെ ക്രൂശിലെ വിശുദ്ധ യോഹന്നാൻ പറയുന്ന പോലെ ഇരുണ്ട രാത്രി പോലെ അങ്ങനെ രാത്രിയിൽ കടന്നു പോകുമ്പോൾ നിങ്ങളിങ്ങനെ ഒരുമിച്ച് പങ്കുവെക്കുമ്പോഴൊക്കെ ഇതിനിടയിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു സ്നേഹം ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നും അവിടെ നിൽക്കുന്നത്. കാരണം റഷ്യയിൽ ഇപ്പോൾ ഞങ്ങൾ 2 ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ സ്വീഡിഷ് സഭയിൽ നിന്ന്. വളരെയധികം പേര് അവിടെ ചെന്നെത്തിയെങ്കിലും അധികം നാൾ പിടിച്ചു നിൽക്കാനായില്ല. മറ്റേ ആൾ മലയാളിയാണോ? അല്ല, അദ്ദേഹം മംഗളൂരിനാണ്.